ദൈവനാമത്തിന് മഹത്വം. ദൈവത്തിൻ്റെ വചനത്തിൽ ദേഹി എന്ന വിഷയം അല്ലെങ്കിൽ അകത്തെ മനുഷ്യൻ എന്നുള്ള വിഷയമാണ് നാം പല ഭാഗങ്ങളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വീണ്ടും അതേ ഭാഗം തന്നെ നാം ചിന്തിക്കുകയാണ്. നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ശരീരത്തെ ജീവിപ്പിക്കുന്ന ആത്മാവ് എന്നീ രണ്ട് ഘടകങ്ങൾ കൊണ്ട് സകല മൃഗങ്ങളും പക്ഷികളും ജീവജന്തുക്കളും ഈ ലോകത്തിൽ ജീവിക്കുന്നു. മനുഷ്യനും ഇപ്രകാരം ഒരു ഭാഗമുണ്ട്. ശരീരമുണ്ട്, ജീവാത്മാവിനാൽ ജീവിപ്പിക്കപ്പെടുന്ന ജീവരക്തവുമുണ്ട്. അത് മൃഗങ്ങളെ പോലെ തന്നെ മനുഷ്യർക്കും ഉള്ളതാണ്. എന്നാൽ മൃഗങ്ങളെക്കാൾ പ്രത്യേകമായി മനുഷ്യർക്ക് ഉള്ള ഒന്നാണ് ദേഹി എന്ന് പറയുന്ന ആത്മാവ്. അതിന് ആത്മാവെന്നും കൊടുത്തിട്ടുള്ളതുകൊണ്ട് ദേഹി എന്ന് തന്നെ പറയണം, അല്ലെങ്കിൽ അതിനെ പ്രാണൻ എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല വാക്കുകളിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് അതിന് സംശയമുളവാകും. എന്തായിരുന്നാലും അതിൻ്റെ അർത്ഥത്തിൻ്റെ നമുക്ക് മനസ്സിലാകേണ്ടതിനായി അകത്തെ മനുഷ്യനെന്ന് നമ്മൾ ധ്യാനിച്ചു കൊള്ളണം. ഈ വാക്ക് പറഞ്ഞാൽ അപ്പോൾ തന്നെ അകത്തെ മനുഷ്യൻ എന്ന് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ധ്യാനിച്ചു കൊള്ളണം. ഈ അകത്തെ മനുഷ്യൻ അവൻ എന്തായിത്തീരും? മരിച്ചതിന് ശേഷം യേശുവിൻ്റെ ദേഹി എന്തായിത്തീർന്നു? യേശുവിൻ്റെ ദേഹിയുടെ അവസ്ഥ എന്താണ്? കള്ളൻ്റെ ദേഹിയുടെ അവസ്ഥ എന്താണ്? ദുഷ്ടൻ്റെ അവസ്ഥ എന്താണ്? അതിനുശേഷം ശരീരത്തെ വിട്ടാൽ ഈ ദേഹിക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, എന്തെല്ലാം അനുഭവിക്കാൻ സാധിക്കും? ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നതാണ്. എന്നാൽ ഇതിന് മറ്റൊരു വശമുള്ളത്, അത് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ഗ്രഹിപ്പാൻ നമ്മൾ താല്പര്യപ്പെടേണ്ടതുമായ ഒരു കാര്യമാണ്. ഇതിൻ്റെ ആരംഭം എവിടെ നിന്നാണ്? ഇത് എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? ഇതിന് വളർന്നില്ലെങ്കിൽ ഇതിനുള്ള പ്രശ്നം എന്താണ്? ഈ കാര്യങ്ങൾ നമ്മളൊന്ന് ഗ്രഹിക്കാൻ ചിന്തിക്കണം. അതായത് ഇതിൻ്റെ ആരംഭം എന്ന് പറയുന്നത് നമ്മൾ വചനത്തിൽ നിന്ന് യെശയ്യാ പ്രവചനം 57-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, അവരുടെ ആത്മാവും ഞാൻ അവരുടെ ഉള്ളിൽ സൃഷ്ടിച്ചിട്ടുള്ള ദേഹിയും. മനുഷ്യൻ ആദാമ്യ രക്തത്തിൽ നിന്ന് സകല മനുഷ്യരും അപ്പൻ മകനെ ജനിപ്പിച്ചു, മകൻ അടുത്ത തലമുറയെ ജനിപ്പിച്ചു. ഇങ്ങനെ ഈ തലമുറ ലോകത്തിൽ നിറഞ്ഞിരിക്കുന്നു. അതങ്ങനെ നിറഞ്ഞു. എന്നാൽ മറ്റു മൃഗങ്ങൾ അതുപോലെ നിറയുന്നത് പോലെയല്ല മനുഷ്യൻ്റെ ജനനം. മനുഷ്യൻ്റെ ജനനം എന്ന് പറയുന്നത് സൃഷ്ടിയാണ്. ദൈവം സൃഷ്ടിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ അവനെ സൃഷ്ടിക്കുന്നത് പറയുന്നത്? മൃഗങ്ങൾ ഇണചേരുന്നു, അതിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിക്കുന്നു. പക്ഷികൾ ഇണചേരുന്നു, അല്ലെങ്കിൽ മുട്ടയിട്ട് വിരിക്കുന്നു, അതിൽ നിന്ന് ശിശു ജനിക്കുന്നു. ഇതിനേക്കാൾ ഉപരിയായി മനുഷ്യൻ എന്താ ഉള്ളത്? മനുഷ്യനും ഇണചേരുന്നു, അതിൽ നിന്ന് ശിശുക്കൾ ജനിക്കുന്നു. എന്നാൽ വചനം പറയുന്നത് മനുഷ്യൻ തമ്മിൽ ചേർന്നപ്പോൾ യഹോവ അവൾക്ക് ഗർഭം കൊടുത്തു എന്നാണ്. അവിടെ നിന്ന് മൃഗങ്ങൾ ചേർന്നുണ്ടായതുപോലെ മാത്രമല്ല, മൃഗങ്ങൾ ചേർന്നുണ്ടാകുന്നത് പോലെ ഒരനുഭവം മനുഷ്യനുമുണ്ട്. കാരണം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പഠിക്കുന്നത്, സുഖഭോഗമുണ്ടാകുമ്പോൾ പുരുഷൻ്റെ ജീവൻ സ്ത്രീയുടെ ഗർഭത്തിൽ ചെന്നു അവിടെ നിന്ന് ഒരു വളർച്ച ആരംഭിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. അത് മൃഗങ്ങളെപ്പോലെയും മറ്റു ജീവികളെപ്പോലെയും അല്ല. ഇത് സ്ത്രീ പുരുഷ സംഭോഗം നടക്കുമ്പോൾ ആ ജീവനും ആ ശരീരവുമായി ചേരുമ്പോൾ ദൈവം ദേഹി എന്ന് പറയുന്ന ഒന്ന് അതിൽ സൃഷ്ടിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് മനുഷ്യൻ സൃഷ്ടിയാണെന്ന് പറയുന്നത്. ഈ ദേഹി എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിക്കുന്നതാണ്. ഇതുകൊണ്ടാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവ സൃഷ്ടിയാണ്. മൃഗമോ മറ്റ് മൃഗങ്ങളെ ഒക്കെയും ദൈവം സൃഷ്ടിച്ചത് തന്നെയാണ്. പക്ഷേ ഇതുപോലെ ഓരോന്നിനെയും സൃഷ്ടിക്കാൻ
സൃഷ്ടിക്കാൻ വന്ന പ്രവൃത്തി മറ്റു മൃഗങ്ങളിലില്ല. അപ്പോൾ മനുഷ്യന് മാത്രം അവൻ്റെ ഉള്ളിൽ ഈ ദേഹിയെ സൃഷ്ടിച്ചു കൊടുക്കുകയാണ്. ഈ സൃഷ്ടിച്ചു കൊടുക്കുന്ന ദേഹിയുടെ പ്രത്യേകത എന്താണ്? അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിന് ഉള്ളമെന്ന് പറഞ്ഞിട്ടുണ്ട്, കണ്ണാടി എന്ന് പറഞ്ഞിട്ടുണ്ട്, ആത്മാവെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന് അതിന് പ്രാണനെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വാക്കുകൾ ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ സൃഷ്ടിച്ച് കൊടുക്കുന്ന ദൈവം ഇത് അമ്മയുടെ ഗർഭത്തിൽ ഈ ദേഹിയെ സൃഷ്ടിച്ചു കൊടുക്കുമ്പോൾ അത് ആരംഭമാണ്. ഈ ആരംഭിക്കുന്ന ഈ ദേഹിയും ഈ മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ഈ മനുഷ്യൻ്റെ അവസ്ഥയും തമ്മിൽ എന്ത് ബന്ധം? അതും യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെ കൂട്ടി നമ്മൾ പഠിക്കണം. അമ്മ മറിയ ക്രിസ്തുവിനെ ഗർഭം ധരിക്കാൻ പോവുക. പരിശുദ്ധാത്മാവ് വന്നു. അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാകുന്നു. പരിശുദ്ധാത്മാവിൽ നിന്നാണ് യേശുവിൻ്റെ ജീവനും ജീവാത്മാവും ഉത്ഭവിക്കുന്നത്. പക്ഷേ അവിടെ ദൈവം സൃഷ്ടികർത്താവായിട്ട് വരുമ്പോൾ, സൃഷ്ടാവായിട്ട് വരുമ്പോൾ ദൈവം ദേഹി അതിൽ സൃഷ്ടിച്ചു കൊടുക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ഉളവായ ജീവാത്മാവും ജീവനും മറിയിൽ നിന്നെടുത്ത ശരീരവും ഒരുമിക്കുമ്പോൾ അവിടെ ദൈവം ഒരു ദേഹിയെ സൃഷ്ടിച്ചു കൊടുക്കുകയാണ്. ഈ ദേഹി എന്ന് പറയുന്നത് സൃഷ്ടിയാണ്. അവിടെയാണ് ആരംഭം. അപ്പോൾ ഈ മനുഷ്യൻ ഇവിടെ വരുന്നതിന് മുമ്പ് ആരായിരുന്നു? ദൈവപുത്രനായിരുന്നു. ആ ദൈവപുത്രൻ ഇരുന്നത് എവിടെയാണ്? ദൈവസിംഹാസനത്തിലാണ്. അപ്പോൾ ദൈവസിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവപുത്രനും മറിയയിൽ ഈ സൃഷ്ടിക്കപ്പെട്ട ദേഹിയും തമ്മിലുള്ള ബന്ധം എന്താ? അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഉള്ളമാണ്. ഉള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. അപ്പോൾ ഒരു മനുഷ്യന് പ്രസാദം, ഇച്ഛ അല്ലെങ്കിൽ സന്തോഷം വെളിപ്പെട്ടു വരുന്ന ഇടമാണ്. രണ്ടാമത്തത്, ഇച്ഛിക്കുക എന്നതും നിവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവുള്ളമുണ്ടായി നിങ്ങളിൽ പ്രവർത്തിക്കുന്നത്. ഇച്ഛ ഉത്ഭവിച്ചു വരുന്നത് ഇവിടെ നിന്നാണ്. 36-ാം സങ്കീർത്തനം, ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടെന്ന് ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവനാര്? ആശ ഉത്ഭവിച്ചു വരുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഉള്ളം, പ്രസാദം, ആശ, ഇച്ഛ മുതലായ കാര്യങ്ങളുടെ ഉറവിടമാണിത്. അപ്പോൾ ഈ ഉള്ളമെന്ന് പറയുമ്പോൾ ഇതിനു മുമ്പുണ്ടായിരുന്ന ആ അവസ്ഥയുമായിട്ടുള്ള ബന്ധം, അതായത് ദൈവപുത്രനും യേശുവിൻ്റെ ഉള്ളവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്, ദൈവപുത്രൻ്റെ സ്വഭാവമായിരിക്കും യേശുവിൻ്റെ ദേഹി എന്ന് പറയുന്ന ഉള്ളത്തിൽ ഉദിച്ചു വരുന്ന ഇച്ഛയും പ്രസാദവും ആഗ്രഹവും. ഒരു അരുതാത്തൊരു വാക്ക് കേട്ടാൽ, അല്ലെങ്കിൽ താൻ ഒരു പ്രവൃത്തി ചെയ്യാൻ തീരുമാനിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ, അവനോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുഷ്ടത ചെയ്യാമെന്നുള്ള പ്രേരണ വന്നാൽ, ഒരു ഉദാഹരണമായിട്ട് സാത്താൻ പറഞ്ഞു, നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം നിൻ്റേതാകും എന്ന് സാത്താൻ അവനെ പരീക്ഷിച്ച് പറയുമ്പോൾ, ഈ വാക്ക് അവൻ്റെ ഉള്ളത്തിൽ ചെല്ലുവാനിടയായി തീർന്നു. ഇത് അവൻ്റെ ഉള്ളം എതിർത്തു. മാത്രമല്ല സാത്താനെ ശാസിച്ചു. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവനെ ശാസിക്കാനിടയായി തീർന്നു. അപ്പോൾ ഈ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം നിൻ്റേതാകുമെന്നുള്ള പ്രലോഭനം, ആ വാഗ്ദത്തം ചെന്ന് വീണത് യേശുവിൻ്റെ ദേഹിയിലാണ്. ആ ദേഹിക്ക് അത് പ്രസാദമായില്ല, ഇച്ഛയായില്ല, ആശയ്ക്ക് വിരുദ്ധമായിരുന്നത്. അതിനെ നിരസിച്ചു കളഞ്ഞു. അതേസമയത്ത്
ഹവ്വയോട് പറഞ്ഞ വാക്ക്, ആ വാക്ക് അവളുടെ ഉള്ളത്തിൽ വീണു. അത് അവൾക്ക് സ്വീകരിക്കാൻ തോന്നി. അത് എന്തുകൊണ്ട് സ്വീകരിച്ചു? എന്തുകൊണ്ട് സ്വീകരിച്ചു? അന്ന് പാപമില്ലാത്ത സമയമാണ്. എന്തുകൊണ്ട് അവൾ സ്വീകരിച്ചു? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ സങ്കീർത്തനത്തിൽ എഴുതി വായിക്കുന്നത് പോലെ സകല ഹൃദയങ്ങളെയും ഒരുപോലെ മെനഞ്ഞവനാണ് ദൈവം. യേശുവിൻ്റെ ഹൃദയവും പത്രോസിൻ്റെ ഹൃദയവും യൂദായുടെ ഹൃദയവും സകല മനുഷ്യരുടെയും ഹൃദയത്തെ ഒരുപോലെ മെനഞ്ഞവനാണ്. ഒരു വ്യത്യാസം കാണിച്ചിട്ടില്ല, മുഖപക്ഷം കാണിച്ചിട്ടില്ല. ആ വാക്കങ്ങനെ നിൽക്കുന്നു. എല്ലാവരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. അവന് വേണ്ട സഹായം കർത്താവ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെയുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഹവ്വ ശത്രു പറഞ്ഞ ഈ വാക്ക് ഹൃദയത്തിൽ സ്വീകരിച്ചത് എന്തുകൊണ്ട്? അത് ഈ ലോകത്തിലെ അവളുടെ ജീവിതമോ സ്വഭാവമോ നിലവാരമോ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ല. പിന്നെയോ, ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പേ അവൾക്കൊരു ചരിത്രമുണ്ട്. യേശു ലോകത്തിൽ മനുഷ്യനായി വരുന്നതിന് മുമ്പേ യേശുവിനൊരു ചരിത്രമുണ്ട്. അത് സിംഹാസനത്തിലിരിക്കുന്ന ദൈവപുത്രനെ സംബന്ധിച്ചുള്ളതാണ്. ഇതുപോലെ ശിഷ്യന്മാർക്ക് എല്ലാവർക്കും ഉണ്ട്. ഇതുപോലെ ഈ ഹവ്വയ്ക്കും ഉണ്ട്. ഈ ഹവ്വയുടെ ചരിത്രം അതിന് മുമ്പുള്ളത് എന്ന് പറഞ്ഞാൽ അതിൽ കുറവുള്ളത് തന്നെ. ഇവിടെ വരുന്നതിന് മുമ്പ് ആരായിരുന്നുവോ ആ ആയിരുന്ന ആളുടെ നിലവാരമാണ് ദൈവം സൃഷ്ടിച്ച ഈ ദേഹിയിൽ, ഈ ഉള്ളത്തിൽ വെളിപ്പെട്ട് വരുന്നതെന്നർത്ഥം. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇവിടെ യേശു കുറ്റമറ്റതായി ജീവിച്ചെങ്കിൽ അതിനുള്ള ക്രെഡിറ്റ് എന്ന് പറയുന്നത് ആർക്കാ? സിംഹാസനത്തിരിക്കുന്ന ദൈവപുത്രനാണ്. ഈ യേശു ലോകത്തിലായിരുന്നപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്നിരിക്കട്ടെ, ആരെ ബാധിക്കും? സിംഹാസനത്തിരിക്കുന്ന ദൈവപുത്രനെ ബാധിക്കും. കാരണം സിംഹാസനത്തിരിക്കുന്ന ദൈവപുത്രൻ്റെ സ്വഭാവം ഭൗമിക ജീവിതത്തിൽ വെളിപ്പെടുവാൻ ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഉള്ളമാണ് ദേഹി എന്ന് പറയുന്നത്, യേശുവിൻ്റെ ദേഹി എന്ന് പറയുന്നത്. ഇതുപോലെ മനുഷ്യർ ഇതിനു മുമ്പ് ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പ് ആരായിരുന്നുവോ അവരുടെ ദൈവവുമായിട്ടുള്ള ബന്ധവും നീതിബോധവും അവരുടെ ക്വാളിറ്റിയും എത്രയുണ്ടോ ആ നിലവാരം വെളിപ്പെട്ടു വരുന്നൊരിടമാണ് അവരുടെ ദേഹി. തൻ്റെ ഉള്ളിൽ ദൈവാഗ്രഹം ഉണ്ടാകുകയും കർത്താവിനെ ഒറ്റുകൊടുക്കണമെന്ന് തോന്നിക്കുകയും ചെയ്യാനുള്ള ആഗ്രഹം വന്നു. ഇത് യൂദയ മാറ്റം മാത്രം കുറ്റപ്പെടുത്തുന്നതല്ല. ഇത് കുറ്റപ്പെടുത്തുന്നത് യൂദ ഇവിടെ വരുന്നതിന് മുമ്പ് പിശാചായിരുന്നു. അവൻ്റെ മുൻകാല ചരിത്രം മോശമാണ്. അതിൻ്റെ നിലവാരമാണ് അവൻ്റെ ഹൃദയത്തിൽ ഇച്ഛയായിട്ട് വന്നത്. ഇല്ലെങ്കിൽ ഇതിന് നീതീകരണം ഇല്ലാതെ വരും. കാരണം അപ്പനുമായി വല നന്നാക്കുന്ന ഇടത്ത് ശിഷ്യന്മാർ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്നെ അനുഗമിപ്പീൻ എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ വള്ളവും വലയും അവിടെ വിട്ടിട്ട് അനുഗമിച്ചു. എന്ത് കണ്ടിട്ടാ? ഇതിനു മുമ്പുള്ളൊരു ചരിത്രം കിടക്കുന്നുണ്ട്, അറിയാത്തൊരു ചരിത്രം കിടക്കുന്നുണ്ട്. ചിലർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു, ചിലർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് വിശ്വസിക്കാൻ കഴിയുന്നത്? വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകും. ഒരാൾ നിന്നുകൊണ്ട് ഇതാ ഒരു സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുക. ഈ പ്രസംഗിച്ചു കഴിയുമ്പോൾ അത് കേൾക്കുന്നവർ ഭോഷത്വമെന്ന് പറഞ്ഞ് അവരവരുടെ വഴിക്ക് പോകും. എന്നാൽ ആശിക്കുന്നവരുണ്ട്. എവിടെ? നമ്മൾ 3 കാര്യം പറഞ്ഞു. പ്രസാദം, ആശ, ഇച്ഛ എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഈ ദേഹിയെ സംബന്ധിച്ചുള്ളതാണ്. ഈ ദേഹിയിൽ പ്രസാദവും ഇച്ഛയും ആഗ്രഹമൊക്കെ കിടക്കുന്നവരുണ്ട്. എന്ത് ഇച്ഛ? ജീവനെ ആഗ്രഹിക്കുന്ന, നിത്യജീവൻ ആഗ്രഹിച്ചതിൻ്റെ ഇച്ഛ കിടക്കുന്നവരുണ്ട്. പിന്നെ കാണാത്ത കാര്യങ്ങൾ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ദൈവം അത്ര ഭയങ്കരമായ ഒരു നന്മ തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുണ്ട്. ആ ഒരുക്കിയിട്ടുള്ളതിനെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും ഒരു പ്രസംഗം പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഈ ആശിച്ചിരിക്കുന്നവൻ അത് കേട്ട് കഴിഞ്ഞാൽ അപ്പോഴവന് വിശ്വാസമായി പരിണമിക്കും. ഇതാണ് വ്യവസ്ഥ. ഈ ആശ ഉള്ളിൽ വേണമെങ്കിൽ എന്ത് വേണം? ഈ ആശ ഉള്ളിൽ വേണമെങ്കിൽ
ഇതിനു മുമ്പ് അവൻ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെടാനായിരിക്കണം. ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെടാതെ ഇതിനു മുൻപ് ദൈവത്തിൻ്റെ എതിര് കക്ഷിയിലുള്ളവനാണെങ്കിൽ ഒരിക്കലും അവൻ്റെ ഹൃദയത്തിൽ നിത്യജീവനായിട്ടുള്ള ആഗ്രഹമോ പുതിയ യെരൂശലേമിലുള്ള അവൻ്റെ അവകാശമോ അവനൊരിക്കലും ഹൃദയത്തിൽ ഉണ്ടാകുകയില്ല. അതുകൊണ്ട് എത്ര വചനം കേട്ടാലും അവൻ വിശ്വസിക്കുകയുമില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പരദേശികളും പ്രവാസികളും എന്ന് പറയുമ്പോൾ, നമ്മൾ പരദേശികളും പ്രവാസികളുമാണ് എന്ന് പറയുമ്പോൾ അത് എന്തിനെ സംബന്ധിച്ചെന്ന് നമ്മൾ പഠിക്കും. പരദേശികളും പ്രവാസികളും ആയിരിക്കണം നിങ്ങളുടെ ആത്മാവ്, ദേഹി തന്നെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞത് തന്നെയാണ് പരദേശി. എന്നാൽ ഈ പരദേശി അവിടെ വന്നപ്പോൾ, യേശു ഈ ലോകത്തിൽ വന്നപ്പോൾ, കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ഇപ്രകാരം ചിന്തിപ്പാനിടയായി തീർന്നു. സ്വർഗത്തിൽ സിംഹാസനത്തിലിരുന്ന യേശു ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നോ? പ്രവാസിയായും പരദേശിയായിട്ടും ഇങ്ങോട്ട് പോന്നപ്പോൾ അവിടെ കാലിയായിരുന്നോ എന്ന് ചോദിക്കാനിടയായിരുന്നു. അവിടെ കാലിയാകേണ്ട കാര്യമില്ല. അതിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുവാൻ, ഈ ഭൗമിക ജീവിതത്തിൽ വെളിപ്പെടുവാൻ ദൈവം മനുഷ്യനിൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരിടമാണ് ഉള്ളം, അതായത് ദേഹി അല്ലെങ്കിൽ സോള്. ഇങ്ങനെ ഈ ദൈവം സൃഷ്ടിച്ച ഈ ഉള്ളത്തിൽ ദൈവം സ്വർഗത്തിൽ നിന്ന് വചനം അയക്കുമ്പോൾ ആ വചനം അവൻ സ്വീകരിച്ച് അത് വിശ്വസിച്ച് അത് അനുസരിച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ജീവൻ വന്നുകൊണ്ടിരിക്കും. ആരുടെ ജീവൻ? ക്രിസ്തുവിൻ്റെ സ്വർഗത്തിൽ സിംഹാസനത്തിലിരിക്കുന്നവരുടെ ജീവൻ വന്നുകൊണ്ടിരിക്കും. മാത്രമല്ല അവരിൽ നിന്ന് പാപം നീങ്ങിക്കൊണ്ടുമിരിക്കും. ഇങ്ങനെ ഒരു അനുഭവം വരുമ്പോൾ അനുസരിക്കും തോറും കണ്ണാടിയുടെ അനുഭവത്തിൽ ഇത് വിളങ്ങിക്കൊണ്ടുവരും. കണ്ണാടിയുടെ അനുഭവത്തിൽ ഇത് വിളങ്ങുക എന്ന് പറയുമ്പോൾ, അതായത് ഇതിനകത്ത് ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ മുഖം പ്രകാശിക്കത്തക്കവണ്ണം ഇവൻ്റെ ഹൃദയം നിർമ്മലമായി തീരും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, വിശദീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ശുദ്ധീകരണം ദൈവത്തിന് ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയിട്ട്? ഒറ്റ കാര്യമേ ഉള്ളൂ. ദൈവം നോക്കുമ്പോൾ, നമ്മുടെ ഉള്ളത്തിൽ നോക്കുമ്പോൾ, ഈ കണ്ണാടിയിൽ നോക്കുമ്പോൾ ദൈവപുത്രനെ കാണണം. ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ ഈ ഉള്ളമെന്ന് പറയുന്നത് ദൈവം ഗർഭത്തിൽ സൃഷ്ടിക്കുന്നതാണ്. അതിൻ്റെ ആരംഭം അവിടെയാണെങ്കിലും ഇത് ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പ് അവൻ ആരായിരുന്നുവോ അവൻ്റെ നിലവാരം വെളിപ്പെട്ട് വരുവാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരിടമാണ്. അത് ഇച്ഛയായിട്ടും ആശയായിട്ടും അവനിൽ നിന്ന് വെളിപ്പെട്ട് വരും. ഒരു വാർത്ത അവനിലേക്ക് വരുമ്പോൾ അവൻ സ്വീകരിക്കുന്നുവെങ്കിൽ അത് അവൻ്റെ നിലവാരം അനുസരിച്ച്. സ്വർഗത്തിലിരിക്കുന്ന ദൈവപുത്രൻ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇവൻ സ്വീകരിക്കുള്ളൂ. സ്വർഗത്തിലിരിക്കുന്ന ദൈവപുത്രൻ സ്വീകരിക്കുന്നില്ല എങ്കിൽ ഇവൻ സ്വീകരിക്കില്ല. അതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ വചനം പറയുന്നത്, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ തങ്ങളുടെ വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ അന്ധതമസിൻ്റെ ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതായത് ദൈവത്തോട് പാപം ചെയ്ത ദൂതന്മാർ. ഈ ദൈവത്തോട് പാപം ചെയ്ത ദൂതന്മാരെ ദൈവം അന്ധതമസിൻ്റെ ചങ്ങലയിട്ട് സൂക്ഷിച്ചിരിക്കുക. എങ്കിലും അവരെ ആത്മാവ് വ്യാപരിക്കുന്നുണ്ട്. ഈ പാപം സോദോം ഗൊമോറയിലുള്ള ജനത്തിൽ വന്നപ്പോൾ അവർക്ക് ആണോടാൺ പെണ്ണോട് പെണ്ണ് കാമം ജ്വലിച്ചു. ഈ ജ്വലിച്ച പാപത്തിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? അവരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടാണ്. ഹൃദയത്തിൽ തോന്നിയത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ ഒരു ആശയം അവരുടെ ഹൃദയത്തിൽ തോന്നിയത് എന്തുകൊണ്ടാണ്? ഇവരിവിടെ വരുന്നതിന് മുമ്പേ ഇവർ ആത്മീയ മണ്ഡലങ്ങളിൽ വെച്ച് തന്നെ ദൈവത്തോട് എതിരാണ്. ആ ദൈവത്തോട് എതിരുള്ള ശത്രുത ഉള്ള ആ ജീവിതങ്ങളുടെ നിലവാരമാണ് അവരുടെ ഹൃദയത്തിൽ ഇച്ഛയായിട്ടും പ്രസാദമായിട്ടും ആശയായിട്ടും വെളിപ്പെട്ട് വന്നത്. അത് അവരെ കൊണ്ടുപോയി എത്തിച്ചത് സോതോമായിട്ടായിട്ടാണ്. ആ സോതോം ഗൊമോറയുടെ പാപം എന്ന് പറഞ്ഞാൽ കടും ശാപത്തിലാണ് കൊണ്ടുപോയി എത്തിച്ചത്. അതിനാൽ അവർ ന്യായം വിധിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതേ തെറ്റ് തന്നെ എന്തുകൊണ്ട് ദൈവപുത്രൻ ചെയ്തില്ല? അല്ല, ദൈവത്തിൻ്റെ പൈതൽ ചെയ്തില്ല? എല്ലാവരും ഒരേ സാഹചര്യത്തിൽ ഉണ്ടായിട്ട് പോലും ചെയ്തില്ല. രാഹാബ് എന്ന വേശ്യ സാഹചര്യത്തിൽ അവൾ വേശ്യാവൃത്തി ചെയ്തുകൊണ്ടിരുന്നവളാണ്. പക്ഷെ ദൈവം അവളെ നീതീകരിച്ചു. എന്തുകൊണ്ട് നീതീകരിച്ചു? അവളുടെ ഈ ദേഹിയും അവളിവിടെ വരുന്നതിന് മുമ്പുള്ള ചരിത്രം, ആ ചരിത്രത്തിൻ്റെ നിലവാരം അതല്ല. അതിൻ്റെ തെളിവാണ് രാഹാബ് ഇവിടെ വരുന്നതിന് മുമ്പ്
ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജീവിതമാണ്. ആ തിരഞ്ഞെടുക്കപ്പെട്ട ജീവിതത്തിൻ്റെ നിലവാരം അവളുടെ ഉള്ളിൽ വെളിപ്പെടാനുള്ള അവസരം വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല? ജനിച്ചപ്പോഴേ തന്നെ സാഹചര്യത്തിൽ അവൾ ദുഷ്പ്രവൃത്തിക്കാരിയായി തീർന്നു, വേശ്യയായി തീർന്നു. അവളുടെ പ്രവൃത്തി തന്നെ ദുഷ്പ്രവൃത്തിയാണ്. ഇങ്ങനെ ദുഷ്പ്രവൃത്തിയിൽ അകപ്പെട്ട് അവൾ ജീവിച്ചുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ ഇവളുടെ മുൻപുള്ള ചരിത്രം, അതായത് ഭൂമിയിൽ മനുഷ്യനായി വരുന്നതിന് മുമ്പൊരു ചരിത്രം അവൾക്കുണ്ട്, യേശുവിനുള്ളതുപോലെ. ആ ചരിത്രം ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. അവൾക്ക് അവളുടേതായ നിലവാരമുള്ളതാണ്. ആ ജീവിതത്തിൻ്റെ നിലവാരം വെളിപ്പെടാനാണ് ഈ ലോകത്തിലെ ജീവിതം. അങ്ങനെ ലോകത്തിൽ വേശ്യയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇന്നുവരെയും അവളുടെ ഹൃദയത്തിൽ ആ സ്വഭാവം, ആ ഇച്ഛ, ആ വിശ്വാസം, ആ പ്രസാദം ഇത് വെളിപ്പെട്ട് വന്നിട്ടില്ല. കാരണം സാഹചര്യം അവളെ വേശ്യയാക്കി വെച്ചുകൊണ്ടിരിക്കുക. ദൈവം അതിന് അവസരം കൊടുത്തു. അവളുടെ ഹൃദയത്തിലെ ഈ ഹൃദയത്തെ അറിയുന്ന ദൈവം, ഇവിടെ വരുന്നതിന് മുമ്പ് മനുഷ്യൻ്റെ ചരിത്രം അറിയാവുന്ന ദൈവം അവൾക്കിത് അതിനുള്ള അവസരം കൊടുത്തു. അവസരം കൊടുത്തു കഴിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ അവളുടെ ഉള്ളിൽ നിന്ന് ജീവനെ ആഗ്രഹിച്ചു, പുതിയ യെരൂശലേം ആഗ്രഹിച്ചു, ദൈവത്തെ വിശ്വസിച്ചു, മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ആ മുൻകാല ചരിത്രം അങ്ങനെ തന്നെ ഇവളിൽ നിന്ന് വെളിപ്പെട്ടു വന്നു. ദൈവം അവളെ നീതീകരിച്ചു. ഈ അവസ്ഥയിൽ നിന്ന് എരിഹോ കോട്ട തകർത്ത് സകലതും നശിക്കുമ്പോൾ അവിടെ നിന്ന് രാഹാബിനെ മാത്രം അവനെടുത്ത് തൻ്റെ ജനത്തിൻ്റെ ഇടയിലാക്കി തീർത്തു. അവൾക്ക് ശ്രേഷ്ഠമായൊരു പദവി നൽകിയെന്ന് മാത്രമല്ല, ഇതാ മശിഹായുടെ തലമുറയെ പ്രസവിക്കുന്ന ഒരു ശ്രേഷ്ഠമായ പദവിയിൽ അവളെ കൊണ്ടുപോയി ആക്കുകയും ചെയ്തു. അപ്പോൾ അവൾ ഇത്രയും നാളും വേശ്യയായി ഇരുന്നത് എന്തുകൊണ്ടാണ്? അത് അവളുടെ ഇഷ്ടമല്ല, സാഹചര്യം അവളെ വേശ്യയാക്കിയതാണ്. യഥാർത്ഥത്തിൽ അവളുടെ ഹൃദയത്തിൽ ഒരു വേശ്യാവൃത്തിക്കോ ദുഷ്പ്രവൃത്തിക്കോ ഉള്ള തീരുമാനമോ ആഗ്രഹമോ ഇച്ഛയോ പ്രസാദമോ ഇല്ല എന്ന് ദൈവം തെളിയിച്ചു. അപ്പോൾ അവിടെ വീണ്ടും നമ്മൾ പഠിക്കുന്നത്, രാഹാബ് പരദേശി എന്ന് പറയുമ്പോൾ എന്താണ് പരദേശി എന്ന് പറഞ്ഞത്? ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പ് രാഹാബ് ആരായിരുന്നുവോ ആ ഇച്ഛ, ആ പ്രസാദം, ആ സ്വഭാവം ഈ ലോകത്ത് വെളിപ്പെട്ട് വന്നത് രാഹാബ് തന്നെയാണ്. അവളെ രാഹാബായിട്ട് തന്നെയാണ് ദൈവം കണക്കൂട്ടുന്നത്. സകല സ്വഭാവവും അതിലെയാണ്. ഇതുപോലെ തന്നെ യേശു ലോകത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവന് വെളിപ്പെട്ട സകല സ്വഭാവവും ദൈവപുത്രൻ്റേതായിട്ട് ദൈവം കണക്കൂട്ടുകയാണ്. കാരണം അതേ സ്വഭാവമാണ് ഇതിൽ വെളിപ്പെട്ട് വരുന്നത്. അപ്പം അവിടെ ഒരു സ്വഭാവം മറച്ചു വയ്ക്കാൻ സാധിക്കില്ല, ഒരു സ്വഭാവം കൂട്ടിവെക്കാൻ സമ്മതിക്കില്ല. യൂദാ ലോകത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൻ കൃത്രിമമായിട്ട് കുറേ നാളൊക്കെ അഭിനയിച്ചു. ശിഷ്യനായിട്ടും മറ്റുള്ളവരെ സഹായിക്കുന്നതിനായിട്ടും യേശുവിനോട് സ്നേഹമുണ്ടെന്നും ഒക്കെ കുറേ നാൾ അഭിനയിച്ചു. പക്ഷേ യഥാർത്ഥത്തിലുള്ള അവൻ്റെ മുൻകാല ചരിത്രം വെളിപ്പെട്ട് വരുവാനുള്ള അവസരം കിട്ടിയപ്പോൾ അവൻ അതിൽ നിന്ന് ആ അവസ്ഥയിൽ നിന്നെല്ലാം മാറിയതിന് ശേഷം യഥാർത്ഥത്തിൽ അവൻ കള്ളനായിരുന്നു എന്നും കർത്താവിന് ഒറ്റുകൊടുക്കുന്ന അവസ്ഥയിലേക്കും അവൻ പോകുവാൻ ഇടയായി തീർന്നു. അതായത് ഈ ലോകത്തിൽ ജനിക്കുന്നതിന് മുമ്പ് യേശു പറഞ്ഞു, അവനെക്കുറിച്ച് പറഞ്ഞു, ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ ലോകത്തിൽ അവൻ ജനിക്കുന്നതിന് മുമ്പ് അവൻ ആരായിരുന്നുവോ അതേ ദൈവത്തോടുള്ള ബന്ധം എന്താണോ അതേ നിലവാരമാണ് അവനിൽ നിന്ന് വെളിപ്പെട്ട് വന്നത്. അതിനാൽ അവൻ ന്യായം വിധിക്കപ്പെട്ട് നശിച്ചു പോവുകയും ചെയ്തു. ഇതിനെക്കുറിച്ചാണ് യേശു പറഞ്ഞത്, ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ എന്ത് പ്രയോജനം? ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ എന്ത് പ്രയോജനം? ഇന്ന് ജനിച്ച് ഇത്രയും നാളും ദൈവം അമ്മയുടെ ഗർഭത്തിൽ ഒരു ദേഹിയെ സൃഷ്ടിച്ചു കൊടുത്തു. ആ ദേഹി വളർന്ന് ഒരു ശരീരമായി തീർന്നു. അവൻ ഒരു മനുഷ്യനായി തീർന്നതിന് ശേഷം അവനെ വീണ്ടും നരകത്തിലേക്ക് കൊണ്ടുപോയിടേണ്ട കാര്യം ഇല്ലായിരുന്നു ജനിക്കാതിരുന്നെങ്കിൽ. അവിടെയാണ് വചനം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ദേഹി എന്ന് പറയുന്നതിൻ്റെ ആരംഭം അമ്മയുടെ ഗർഭത്തിലാണ്. എന്നാൽ അതിൽ വെളിപ്പെട്ട് വരുന്ന സ്വഭാവം എന്ന് പറയുന്നത് അതിനു മുമ്പ് ആത്മീയമണ്ഡലങ്ങളിൽ അവൻ ആരായിരുന്നുവോ അതേ സ്വഭാവമാണ് അവനിൽ വെളിപ്പെട്ട് വരുന്നത്. ക്രിസ്തുയേശുവിൻ്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. ദൈവപുത്രൻ്റെ സ്വഭാവമാണ് ക്രിസ്തുയേശുവിൽ ഇച്ഛയായിട്ടും പ്രസാദമായിട്ടും ആശയായിട്ടും വെളിപ്പെട്ട് വന്നതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അവിടെ നിന്ന് ഇനി നമുക്ക് അതിൻ്റെ മറുവശം നമ്മൾ ചിന്തിക്കണം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചിന്തിക്കാം. ഇന്ന് നമ്മൾ ഇത്രയും ചിന്തിച്ച് ഇവിടെ നിർത്തുകയാണ്. മനുഷ്യൻ്റെ ദേഹിയുടെ ആരംഭം ഗർഭം മുതലാണ്. ഗർഭത്തിൽ ദൈവം സൃഷ്ടിക്കുന്നതാണ്.
ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്, ഇതിനു മുമ്പ് അവനൊരവസ്ഥയുണ്ട്, അതിൻ്റെ നിഴൽ തന്നെയാണത്. അതിൻ്റെ സ്വഭാവം, അതിൻ്റെ യോഗ്യത, അതിൻ്റെ ക്വാളിറ്റി എന്തുണ്ടോ അതാണ് ഇതിൽ വെളിപ്പെടുന്നത്. അത് വെളിപ്പെടാൻ തന്നെയായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. യേശുവിൽ വെളിപ്പെട്ടത് ദൈവപുത്രൻ്റെ നിലവാരം, യൂദയിൽ വെളിപ്പെട്ടത് പിശാചിൻ്റെ നിലവാരം, പത്രോസിൽ വെളിപ്പെട്ടത് ലോകസ്ഥാനത്തിന് മുമ്പേ തിരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ നിലവാരം. ഇതുപോലെ എല്ലാ മനുഷ്യർക്കും, മനുഷ്യ ജന്മത്തിൽ ജനിച്ചവർക്കെല്ലാവർക്കും ഒരു മുൻകാല ചരിത്രമുണ്ട്. ലോകത്തിൽ അവരുടെ സ്വഭാവം വെളിപ്പെടുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് വെളിപ്പെടാൻ വേണ്ടിയാണ് മനുഷ്യൻ്റെ ദേഹിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനി ഈ ദേഹിയുടെ വളർച്ച, അത് എത്തിച്ചേരുന്ന വിധം അത് നമുക്കൊന്ന് പഠിക്കണം.